കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചവരുണ്ട്. ഗോപന്റെ കല്യാണം കഴിഞ്ഞതാണ്. ഞങ്ങള് സിംഗിൾസ് ആണ്. ആരൊക്കെയാ? ഇല്ല, അതൊരു ചോദിച്ചില്ലല്ലോടാ. ഗോപന്റെ കല്യാണം കഴിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ തന്നെ പല ആൾക്കാരുടെയും ലൈഫ് കണ്ടിട്ടാണ് നിങ്ങൾ യുറേക്ക സ്റ്റോറീസിൽ വീഡിയോസ് ഇടുന്നത്. നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏതെങ്കിലും ഒരു കാലഘട്ടം ചെയ്യണമെന്നാണെങ്കിൽ, പക്ഷെ അത് നിങ്ങൾക്ക് ഒട്ടും ചെയ്യാൻ താല്പര്യമില്ലാത്തതായിരിക്കാം, വളരെ മോശപ്പെട്ട ഒരു കാര്യമായിരിക്കാം, എന്നാൽ നിങ്ങൾക്കത് അറിയാം, വൈറലാകാൻ ചാൻസ് ഉണ്ട് എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഏത് സ്റ്റേജ് ഓഫ് ലൈഫിനെ ആയിരിക്കും നിങ്ങളത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്? സ്റ്റേജ് ഓഫ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളൊക്കെ സോ കോൾഡ് 90s കിഡ്സാണ്. നിങ്ങളിരിക്കുന്ന പലരും ആയിരിക്കാം. ഞങ്ങളൊരു 25 വയസ്സാകുമ്പോഴാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള വാക്ക് കേൾക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ തമാശയാണെന്ന് വിചാരിച്ച പലതും തമാശയല്ലായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നതൊക്കെ ഇപ്പോഴാണ്. അത് ചർച്ച ചെയ്യപ്പെടുന്നത് നല്ല കാര്യം. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ല, നമുക്ക് ഒരു ടൈം എടുക്കുമല്ലോ നമ്മളിതൊക്കെ പഠിച്ചു വരാൻ, നമ്മൾ അറിയാനും. അത് ആരുടെയും തെറ്റാണെന്ന് പറയുന്നില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ തമാശയാണെന്ന് വിചാരിച്ചിരുന്ന പലരും, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കളിയാക്കി വിളിക്കുന്നൊരു പേരാവാം, നമ്മൾ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നൊരു ട്രീറ്റ്മെൻ്റ് ആവാം, ഇതൊക്കെ എല്ലാവരെയും പോലെ നമ്മളും തെറ്റാണെന്ന് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു കോണ്ടന്റ് ആക്കണ്ട. നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടല്ലോ, അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആ ഒരു വിഷയം എന്ന് നമുക്ക് ഒരു കോൺഷ്യസ്ലി ഞങ്ങൾ ഡിസൈഡ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും യുറേക്കയിൽ വരില്ല. എന്നാലും ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാനായിട്ട് നമ്മൾ പല വീഡിയോസും ഇടുന്ന കണ്ടിട്ടുണ്ട്. എത്രത്തോളം ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? എത്രത്തോളം ഒരു റെസ്പോൺസിബിൾ ആയിരിക്കണം? 100%. പിന്നെ നമ്മളുടെ എന്താണ് വേണ്ടതെന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് റീച്ച് ആയിരിക്കും വേണ്ടി വരിക. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് സിനിമ എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യാന്നുള്ളതായിരുന്നു. ഞങ്ങളിപ്പോൾ റീലാണെങ്കിൽ ചെയ്യാമെങ്കിൽ പോലും ഞങ്ങൾ 2-3 മിനിറ്റിൻ്റെ സിനിമകളാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോ പേഴ്സണെ വെച്ചിട്ട് മാറും ഞാൻ വിശ്വസിക്കുന്നത്. നല്ല രീതി എന്ത് കാര്യമാണെങ്കിലും അതിന് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്, ബാഡായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. അത് ആ പേഴ്സണൽ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ പറയുമ്പോൾ സോഷ്യൽ മീഡിയ 100% നമ്മൾ ഭയങ്കര റെസ്പോൺസിബിളായിട്ട് കാണുന്ന ഒരു സാധനമാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസാണ്. ഈവൻ ഞങ്ങൾ പോലും ഇന്ന് ഈ വേദിയിൽ എത്താൻ കാരണം സോഷ്യൽ മീഡിയയാണ്. എനിക്ക് തോന്നുന്നു അതാണ് 100% റെസ്പോൺസിബിൾ ആയിരിക്കണം. പിന്നെ ബാക്കി നമ്മളുടെ ഇഷ്ടമാണ് എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ളത്. അടിപൊളി, ഇഷ്ടപ്പെട്ടോ ആ ഒരു ആൻസർ? നല്ലൊരു ആൻസർ അല്ലേ? ഓക്കെ, നിങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്ന യുറേക്ക സ്റ്റോറീസിലേക്ക് വന്നത്. ആദ്യമേ തന്നെ ലക്ഷ്യം ഇൻസ്റ്റ ആയിരുന്നോ, ഫേസ്ബുക്ക് ആയിരുന്നോ, അതോ യൂട്യൂബിലായിരുന്നോ? എങ്ങനെയാണ് നിങ്ങളുടെ ഓഡിയൻസ്? എങ്ങനെയാണ്? ഇൻസ്റ്റയിൽ നമ്മൾ കാണുന്നതൊക്കെയും നല്ല കമൻസ് ആണെങ്കിൽ ഫേസ്ബുക്കിൽ അങ്ങനെയല്ല, കാരണം ഏജ് ഡിഫറൻസ് വരുന്നുണ്ട്. സോ എങ്ങനെയാണ് അത് നിങ്ങൾ എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഇൻസ്റ്റയിൽ റൊമാൻറ്റിഫിക്കേഷൻ ആണെങ്കിൽ ഫേസ്ബുക്കിൽ തളർത്തുന്ന ആൾക്കാരും കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് മൂന്നിലും നമ്മൾ ഒരേ സമയം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസ്റ്റ എപ്പോഴും നമുക്ക് പ്രോ മോട്ടിവേഷനാണ്. നിർത്തിപ്പോയി സിനിമ എടുക്കട, ആ മൂഡാണ് നമുക്ക്. അതൊരു 10 കമൻറ്റ് വായിച്ച് നമ്മൾ ഭയങ്കര ഓണായി നിൽക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിലും ഭംഗിയായി ചെയ്യാമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ ആ വിഷയത്തെ ഇത്രയും മോശമായി അവതരിപ്പിച്ചത് ശരിയായില്ല, ഈ കമൻറ്റ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബും വായിക്കുമ്പോൾ നമുക്ക് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം വളരെ അധികം ആവശ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങളുള്ളത്. ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് ഫോൾട്ടാണെന്ന് 10 പേര് പറയുമ്പോൾ ഒരിക്കലും പിന്നൊരു കോണ്ടന്റ് ക്രിയേറ്റർ അതിലേക്ക് പോവില്ല. ആ ഫോൾട്ടല്ല എന്ന് പറഞ്ഞത് ആഘോഷിക്കപ്പെടുമ്പോഴാണ് പിന്നെയും തെറ്റാണെന്ന് അറിയാതെ അതേപോലുള്ള വീഡിയോസ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാൽ ഒരു തെറ്റായൊരു കാര്യം, ഒരു സന്ദേശം വരുന്നൊരു വീഡിയോ ഞങ്ങൾ ചെയ്യരുതെന്ന് എപ്പോഴും ശ്രദ്ധിക്കും. ചിലപ്പോൾ നമുക്കും പറ്റാം, നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കില്ല എപ്പോഴും ശരി. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം വരുന്നത് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നുമാണ്. പക്ഷേ ഇൻസ്റ്റ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആയി പോകുന്നത്. അത് തുടരണം.